വർഗീയ രാഷ്ട്രീയത്തിലെ ബിജെപിയുടെ തുടർ പദ്ധതികൾ വ്യക്തമാകുന്നതായിരുന്നു അയോധ്യയിലെ ക്ഷേത്രപ്രതിഷ്ഠാ ചടങ്ങ്. അയോധ്യ നഗരത്തിന്റെ അലങ്കാരം മുതൽ ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ പട്ടികയിൽ വരെ രാഷ്ട്രീയ ലക്ഷ്യം വ്യക്തം. ചടങ്ങ് നിയന്ത്രിച്ച RSS നേതാക്കളുടെ പ്രഖ്യാപനങ്ങളും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഭാവി പദ്ധതികളിലേക്ക് വിരൽ ചൂണ്ടുന്നു. രാമക്ഷേത്രോദ്ഘാടനത്തോടെ രാഷ്ട്രീയ പ്രചാരണം ആരംഭിക്കണമെന്ന് ഉത്തർപ്രദേശിലെ BJP നേതാക്കളോട് നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തത് ഏതാനും ദിവസം മുൻപ്. ഈ ആഹ്വാനം യഥാവിധി നടപ്പാക്കി UP സർക്കാരും BJPയും. ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് തന്നെയാണ് ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് അടിവരയിട്ടു യോഗി ആദിത്യനാഥ്. अयोध्या की गलियों में अब गोलियों की गड़गड़ाहट नहीं होगी, कर्फ्यू नहीं लगेगा, अपितु यहां दीपोत्सव, रामोत्सव और यहां की गलियों में श्री राम नाम संकीर्तन से यहां की गलियां गुंजायमान होंगी. BJPയുടെ രാഷ്ട്രീയ അജണ്ടകൾക്ക് അരങ്ങൊരുക്കുന്നതായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങ്. ശങ്കരാചാര്യന്മാരിൽ നിന്നുവരെ എതിർപ്പുയർന്നെങ്കിലും മതവിധികൾ മാറ്റിവെച്ച് പ്രധാനമന്ത്രി തന്നെ യജമാന പദവി ഏറ്റെടുത്തു. അയോധ്യ നഗരം കാവ്യാൽ അലങ്കരിച്ചു. തെരുവുകൾ മോദി ചിത്രങ്ങളാൽ നിറച്ചു. രാജ്യമാകെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ച് ചടങ്ങിന് ദേശീയ പരിവേഷം ഉറപ്പാക്കി. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. ആശുപത്രികൾ വരെ അടച്ചിടുമെന്ന നിലയിലെത്തി കാര്യങ്ങൾ. എംബസികളെ ഉപയോഗിച്ച് ചടങ്ങുകൾ വിദേശ രാജ്യങ്ങളിലും തത്സമയ സംപ്രേഷണം ചെയ്തു. ഒടുവിൽ രാമരാജ്യം സ്ഥാപിക്കാൻ RSS തലവന്റെ ആഹ്വാനവും. प्रधानमंत्री जी ने तब किया, अब हमको भी तब करना है. राम राज्य आने वाला है, वो कैसा था? दैहिक दैविक भौतिक तापा, राम राज नहीं कहू विवापा. ബാബരി മസ്ജിദ് തകർത്താണ് BJP അധികാരം പിടിച്ചത്. അവിടെ സ്ഥാപിച്ച ക്ഷേത്രമാകും ഇനി ആ അധികാരം നിലനിർത്താനുള്ള ഉപായമെന്ന് സൂചിപ്പിക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. और यही तो है देश देव से देश और राम से राष्ट्र की चेतना का विस्तार. और यही तो है देव से देश और राम से राष्ट्र की चेतना का विस्तार. രാമനെ ആയുധമാക്കി അദ്വാനി തുടങ്ങിവെച്ച യാത്രയാണ് മോദി പൂർത്തിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കാണുന്ന നരേന്ദ്രമോദിക്ക് പ്രതിപക്ഷത്തിന്റെയും മതാചാര്യന്മാരുടെയും വിമർശനത്തെ അവഗണിക്കുക എന്നത് അത്ര പ്രാധാന്യമുള്ള കാര്യമല്ല. ക്യാമറാമാൻ ഷിബു ചേടിച്ചേരിക്കൊപ്പം വിഷ്ണുപ്രസാദ്, മീഡിയ 1, അയോധ്യ.